ചിത്രത്തിന്റെ കഥയും പശ്ചാത്തലവും ഏറ്റവും വീക്കായിരിക്കുമ്പോൾ പോലും പ്രേക്ഷകരെ സീറ്റിൽ നിന്നും എണീപ്പിച്ചു നിർത്തി കൈയടിപ്പിക്കാനുള്ള രസതന്ത്രം എപ്പോഴും അതിൽ ഒളിപ്പിച്ചിരിക്കും. അത് ആക്ഷനായും സംഗീതമായും നൃത്തമായും നോട്ടമായും ചില ഡയലോഗുകളും റഫറൻസുകളുമായും ഉണ്ടാകും. ഇപ്പറഞ്ഞ യാതൊന്നും തുണക്കെത്താതെ പോയ ചിത്രമാണ് ദളപതിയുടെ സെക്കൻഡ് ലാസ്റ്റ് ചിത്രം എന്ന് പറയപ്പെടുന്ന ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആകെ അങ്ങ് തണുത്തുറഞ്ഞു പോയ ചിത്രം. ഇനി പറയുന്നതിൽ സ്പോയിലർ അലർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം കാണാത്തവർ ഇത് കാണണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിച്ചിട്ട് കാണുക. വെങ്കട് പ്രഭു ഹീറോ എന്ന ടാഗ് ലൈനോടുകൂടെ എത്തിയ പടത്തിൽ ജനങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്നതും മങ്കാത്തയിലെ ACP വിനായക് മഹാദേവനെയോ മാനാടിലെ ഖാലിദിനെയോ പോലെ അല്ലെങ്കിൽ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു മാസ് എന്റർടൈനിങ് ഹീറോയെയാണ്. എന്നാൽ സ്ഥിരം വെങ്കട് പ്രഭു ചിത്രങ്ങളുടെ 720p വേർഷൻ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഗോട്ടിനെ. ഏഴിലരസു ഗുണശേഖരനും K ചന്ദ്രുവിനുമൊപ്പം BP ഒരുക്കിയ തിരക്കഥ ഒട്ടും ബലമുള്ളതായില്ല. സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ പ്രത്യേകിച്ചും തമിഴിൽ ഏറെ ഓടിത്തളർന്ന കഥാപശ്ചാത്തലം തന്നെയാണ് ഗോട്ടിൻ്റെതും. ഒരു റോ ഏജന്റായ നായകൻ വ്യക്തി ജീവിതത്തിൽ അത് മറച്ചു വെക്കാൻ പ്രയാസപ്പെടുന്നു. അതിനിടയിൽ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു ദുരന്തത്തിന് ശേഷം ദൗത്യങ്ങളിൽ നിന്നും അയാൾ മാറി നിൽക്കുന്നു. പക്ഷെ നായകനോട് പകരം വീട്ടാൻ വില്ലൻ മെനഞ്ഞെടുത്ത കെണിയാണ് ആ ട്രാജഡി. ഒടുക്കം നായകൻ അത് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുന്നു. ഒരു വിജയ ചിത്രമായതുകൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെടുന്നതിനൊപ്പം ചെന്നൈ നഗരത്തിലെ ഒരു കൂട്ടം മനുഷ്യരെ കൂടെ അയാൾ രക്ഷപ്പെടുത്തുന്നു. ചിത്രത്തിൽ ആവേശം നൽകിയ ഫാക്ടർ അതിലേക്ക് എത്തിയ ചില അപ്രതീക്ഷിത കാമിയോകൾ തന്നെയാണ്. തെന്നിന്ത്യയിലെ ഒരു ലേഡി സൂപ്പർ താരം ചിത്രത്തിൽ അവതരിക്കുന്നുണ്ട്. അവർ അവരുടെ ഭാഗം ഏറ്റവും ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. വിജയ്ക്കൊപ്പം പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരിക്കുന്ന മറ്റൊരു സസ്പെൻസ് കോംബോയും പടത്തിൽ പ്രതീക്ഷിക്കാം. കൂടാതെ പഴയ ചിത്രങ്ങളിലെ ഡയലോഗ് റെഫറൻസുകളും വെങ്കട് പ്രഭു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ റെഫറൻസുകളും ഗോട്ടിലുണ്ട്. റിലീസുകളിൽ എപ്പോഴും വിജയ് ഫാൻസിനും നേർക്കുനേറെത്തുന്ന തല ഫാൻസിനും കൈയടിക്കാൻ ചിലതൊക്കെ ചിത്രം ഒളിപ്പിക്കുന്നു. തമിഴ് മണ്ണിന് 2 തലകളാണല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും വിജയ് സക്സസ് സിനിമകളുടെ ഫോർമുലകൾ പരീക്ഷിച്ചിട്ടും എന്തുകൊണ്ട് ഗോട്ട് ആരാധകരെ പോലും നിരാശപ്പെടുത്തുന്നു? മുൻപ് പറഞ്ഞ കഥാപശ്ചാത്തലത്തിനു പുറമെ ടെക്നിക്കൽ വശങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരുന്നതും ചിത്രത്തിന്റെ പോരായ്മയാണ്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ സാധ്യമായ എഫക്റ്റുകളെല്ലാം പരീക്ഷിച്ച വെങ്കട് രാജന് പക്ഷേ മാസ് രംഗങ്ങളിൽ പോലും ഒരു വൈകാരികത വരുത്താൻ സാധിച്ചിട്ടില്ല. VFXൽ പോലും ഇത്തരം ഒരു പെർഫെക്ഷൻ നഷ്ടമാകുന്നുണ്ട്. അവിടെയും പ്രതീക്ഷ തെറ്റിച്ചത് സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജയാണ്. എവിടെയും സംഗീതം സീനുകളെ എലിവേറ്റ് ചെയ്യുന്നതായി ഫീൽ ചെയ്തില്ല. വിജയ് ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തിലെ പാട്ടുകളാണ് തിയേറ്ററിന് ഉത്സവ പ്രതീതി നൽകുന്നത്. അഡ്രിനാലിൻ റഷ് നൽകുന്ന പാട്ടുകളും അതിനൊത്ത് പുത്തൻ സ്റ്റൈലിലുള്ള അണ്ണന്റെ ഡാൻസുകളുമാണ് ട്രേഡ് മാർക്ക്. എന്നാൽ കണ്ടു പഴകിയതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും ഗോട്ടിന് നൽകാനില്ല. ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വിജയുടെ കുട്ടിക്കാലം ട്രോളുകളായി എത്തിയിരുന്നു. എന്നാൽ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള ആ രംഗങ്ങൾ വൃത്തിയായി തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മുൻ ചിത്രങ്ങളിലെ കുത്തുവിളക്ക് നായകന്മാർ ഏറെ വിമർശിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം വലിയ ഇമ്പാക്ട്ഫുൾ അല്ലെങ്കിലും നായകന് വേണ്ടി എന്നും ചെയ്യുന്ന സ്നേഹനിധികളായ നായികമാർക്ക് പ്രാധാന്യം നൽകാൻ മനഃപൂർവ്വമായൊരു ശ്രമം ഗോട്ടിൽ നടന്നിട്ടുണ്ട്. സ്നേഹയും മീനാക്ഷി ചൗധരിയും പക്ഷേ പ്രകടനത്തിൽ ആവറേജിൽ കവിഞ്ഞതൊന്നും നൽകിയില്ല. മികച്ച വേഷമാണ് ജയറാമിനും ലഭിച്ചത്. പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ എന്നിവരും റോ ഏജന്റുമാരായി മികച്ചു നിന്നു. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ നേടിയിട്ട് വിമർശിക്കപ്പെട്ട വിജയ് ചിത്രങ്ങളാണ് ബീസ്റ്റും വാരിസും ഒക്കെ. മാസ് ആക്ഷൻ പടങ്ങളിൽ പ്രത്യേകിച്ചും വിജയ് ചിത്രങ്ങളിൽ ലോജിക്കോ കഥയോ നോക്കരുത്, അവിടെ വർക്കാവുന്നത് ആക്ഷനും മാസുമാണ്. ഏറ്റവും ഒടുക്കം റെക്കോർഡ് കളക്ഷൻ കൊയ്ത ലിയോ തെളിയിച്ചതും അതുതന്നെ. എന്നാൽ ഗോട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഫീലാണ് മിസ്സാവുന്നത്. എന്തായാലും ഇന്ത്യൻ സിനിമാ ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുമെന്ന പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന ചിത്രം വിജയുടെയോ വെങ്കട് പ്രഭുവിന്റെയോ യുവാൻ ശങ്കർ രാജയുടെയോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആകുന്നില്ല.